Hello guys, welcome back to our channel. This is me with Mallu Webisode. എന്തോ നറൂട്ടോ കുട്ടപ്പന്റെ കഥ പറഞ്ഞു ഞാനും ഭയങ്കര പവർഫുള്ളായി. കൂട്ടുകാരെ കഴിഞ്ഞും ആവേശമാണ്. എനിക്കിപ്പോ നറൂട്ടോ കുട്ടപ്പന്റെ കഥ കാണാനും അതുപോലെ തന്നെ പറയാനും. കുട്ടപ്പനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും നറൂട്ടോ കുട്ടപ്പനെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നുചെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ കണ്ട ചാടി വീണ ആ ഒരു ആശാനാണ്. ഇവന്റെ പേര് ഗൊക്കെ. തേർഡ് എക്സാം നടത്തുന്നതിന് മുൻപായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രിലിമിനറി എക്സാം. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് മുൻപ് പ്രിലിമിനറി എക്സാം നടത്തണമെന്ന് അവൻ പറയുമ്പോൾ നമ്മുടെ ചെറുക്കന്മാർക്കെല്ലാം തന്നെ അത് തീരെ ഇഷ്ടപ്പെടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് 1ഉം 2ഉം എക്സാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഇനി ഒരു പ്രിലിമിനറിയുടെ കൂടെ ആവശ്യമില്ല. തേർഡ് എക്സാമിലേക്ക് ഡയറക്റ്റ് പോകാന്ന് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ടാ നമ്മുടെ പുതിയ സാറാവട്ടെ, തേർഡ് എക്സാം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. 1ഉം 2ഉം എക്സാം അത് ഈസി ആയിരുന്നു. പക്ഷെ അതിൽ തന്നെ നിങ്ങളിൽ പകുതിയിലധികം പേര് തോറ്റുപോയി. തേർഡ് എക്സാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അതീതമാണ്. ലോകത്തുള്ള ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രിലിമിനറി എക്സാം ചെയ്ത് മാക്സിമം കൗണ്ട് കുറച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് തേർഡ് എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്ന് അവൻ പറയും. നിങ്ങളിൽ ആരൊക്കെയാണോ ഒരുപാട് വീക്ക്, അവർക്ക് ഇപ്പൊ തന്നെ വെളിയിൽ പോവാം. ഫൈറ്റ് ചെയ്ത് നിങ്ങളുള്ള വീക്കായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടൻ തന്നെ ഓബോ എന്ന് പറഞ്ഞ് കുരയ്ക്കാൻ തുടങ്ങും. നിനക്ക് തന്നെ ചുമയാണ്. നീ തന്നെയാണോ പ്രിലിമിനറി എക്സാം നടത്താൻ പോകുന്നതെന്ന് നമ്മുടെ പിള്ളേര് അവനെ നോക്കി ചോദിക്കും. പരസ്പരം മാറ്റി മാറ്റി ഫൈറ്റ് ചെയ്യണം, ബാറ്റിൽ പോലെ. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ പുറത്തു പോവാം. നിർത്താതെ ഫൈറ്റ് ചെയ്ത് ആര് വിജയിക്കുന്നോ അവർക്കായിരിക്കും ഈ ഒരു എക്സാമിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോ നമ്മുടെ ചോച്ചിപ്പയ്യൻ തടിയൻ കുട്ടപ്പനാവട്ടെ എന്ന് പറഞ്ഞ് ഫുഡിന് വേണ്ടിയിട്ട് അലറാൻ തുടങ്ങും. അയാൾ വീണ്ടും കൈ ഉയർത്തി ചോദിക്കും, ആർക്കാണ് ഈ ഒരു എക്സാമിൽ നിന്ന് സോമാനസാലെ പുറത്തു പോകാൻ താല്പര്യം? അവര് കൈ ഉയർത്തെന്ന് പറയുമ്പോ വില്ലനാവട്ടെ നമ്മുടെ സാസുകയെ നോക്കും. പതിയെ അവന്റെ ഷോൾഡറിന്റെ പെയിൻ കൂടിക്കൂടി സാസുകയ്ക്ക് അത് സഹിക്കാനാവാതെ വരുമ്പോ സാക്കുറ ആവട്ടെ അവന്റെ വിഷമം കണ്ട് ഒരുപാട് ദുഃഖിക്കും. നീ ഇപ്പൊ തന്നെ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതെ ഈ ഒരു എക്സാം ക്വിറ്റ് ചെയ്യേ. അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ വേദന സഹിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ സാസുകയ്ക്ക് പറ്റിയ വാവ് എന്താണെന്ന് അറിയുക തന്നെ. ഒറോച്ചിമാറുവിനെ തേടിയിട്ട് സാസുക പോകുന്ന ആ ഒരു മെയിൻ വില്ലൻ ഓൾറെഡി പറഞ്ഞതാണ്. മാത്രല്ല ഫൈറ്റിന്റെ സമയത്ത് സാസുകയുടെ രൂപം കണ്ട് സാക്കുറ പോലും പേടിച്ചുപോയി. മുഖത്തും ബോഡിയിലും എല്ലാം ആ ഒരു കറുത്ത പാട് അങ്ങനെ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടി വന്നാല് എന്തായി തീരും? അവൾക്ക് ഒരുപാട് സങ്കടമായിട്ട് പതിയെ കരയാൻ തുടങ്ങും. കാരണം സാക്കുറയ്ക്ക് സാസുകയെ അത്രമേൽ ഇഷ്ടമാണ്. വേദന സഹിക്കാൻ കഴിയാതെ സാസുക പല്ല് കടിച്ചമർത്തുമ്പോ അങ്കു ആവട്ടെ ഒക്കാകേരെടുത്ത് ആ ചെറുക്കനോട് എക്സാം എഴുതണ്ടെന്ന് പറ. അൻപു വില്ലേജിൽ പെട്ടവരെ കൊണ്ട് നമുക്ക് അവന് സെക്യൂരിറ്റി കൊടുക്കാം. ഇത് കേട്ട ഉടനെ കാക്കാഷി ആവട്ടെ അതൊരിക്കലും സാധിക്കില്ല. അതിനവൻ സമ്മതിക്കുകയില്ല. ഒന്നിനെയും അവന് ഭയമില്ല. അവൻ ഉച്ചിഹ ക്ലാനിൽ ചേർന്നവനാണെന്ന് സാസുക പറയുമ്പോ ഇപ്പൊ വന്ന ചെങ്ങായിക്ക് കലി കയറി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങനെ പറയും? ഞാൻ വിചാരിച്ചാല് അവന് എക്സാമിൽ നിന്ന് മാറ്റി നിർത്താൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് അഹങ്കാരത്തോടു കൂടെ അവൻ വിളിച്ചു പോവും. അവന്റെ കഴുത്തിലെ ആ ഒരു മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? തീർച്ചയായിട്ടും ചക്രാസ് കൂടുതലായിട്ട് ഉപയോഗിച്ചാല് അത് അപകടമായിട്ട് തീരും. ചക്രാസിന്റെ പവർ അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ഇത്തരത്തിലൊരു മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ മരിക്കേണ്ടതാണ്. പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് മരിക്കാത്തതെന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുമ്പോ ഹൊക്കാഗെ ആവട്ടെ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കും. സാക്കുറ വീണ്ടും നീ വെറുതെ പണി മേടിച്ച് കെട്ടരുത്, ദൈവത്തെ ഓർത്ത് നീ എക്സാമിന് നിൽക്കരുതെന്ന് അവന്റെ കാല് പിടിക്കും. എന്റെ ചക്കരക്കുട്ടപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നിനക്ക് വേണ്ടി ഞാൻ കൈ ഉയർത്തേണ്ടെന്ന് പറയുമ്പോ സാസുക ആവട്ടെ ഒന്ന് ദൈവത്തെ ഓർത്ത് മിണ്ടാതിരിക്കേ. ഞാൻ ഓക്കെ ആണെന്ന് അവളുടെ അടുത്ത് തിരിച്ചു പറയും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സാക്കുറ കൈ ഉയർത്താൻ പോകുമ്പോ ദാണ്ട് കിടക്കുന്നു വേറൊരു കൈ പൊങ്ങും. ഇവനോ എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണു തുറച്ചു നോക്കുമ്പോ അത് മറ്റാരുമല്ല ടബൂട്ടോ ആണ്. വളരെ സന്തോഷം, ധൈര്യമായിട്ട് നീ കിറ്റ് ചെയ്തോന്ന് നമ്മുടെ ചേട്ടൻ പറയും. ഇത് കണ്ട് ഷോക്കായിട്ട് നറൂട്ടോ, ഹേ മണ്ട, നീ എന്തിനാ ക്വിറ്റ് ചെയ്യുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. സൗണ്ട് വില്ലേജസിന്റെ കൂടെ അടികൂടി എന്റെ ഏകദേശ പെരികളെല്ലാം തന്നെ പോയി. ഒരു ചെവി ഇപ്പൊ വർക്ക് ചെയ്യുന്ന പോലും ഇല്ല. എന്റെ ബോഡി ആകെ വേദനയാണ്. അതുകൊണ്ട് ഈ ഒരു എക്സാം എന്നെ കൊണ്ട് നടക്കില്ല എന്നും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകും. അവന്റെ പോക്ക് കാണുമ്പോ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹൊക്കാഗെ അവന്റെ റിപ്പോർട്ട്സ് എല്ലാം തന്നെ പരിശോധിക്കാൻ ആരംഭിക്കും. അവൻ വലിയ പഠിപ്പിയൊന്നുമല്ല, സി റാങ്കോട് കൂടെയാണ് അവൻ പാസ്സായത്.
മെയിൻ എക്സാം 3 തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടത്. അവന്റെ മിഷൻസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 സി റാങ്ക് മിഷനും 14 ബി റാങ്ക് മിഷൻസും ആണ്. അവൻ ആരുമായിട്ടും അങ്ങനെ ഫൈറ്റ് ചെയ്ത റിപ്പോർട്ടൊന്നും കാണാനില്ല. ഇട്ടിഗോസ് ഫൈറ്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ചെറുക്കനാണ് ടബൂട്ടോ പയ്യൻ. ഇവരിങ്ങനെ മൂലക്കിരുന്ന് ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കബൂട്ടോടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ, നീയായിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ഒറോച്ചിമാറു പറഞ്ഞ എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ടബൂട്ടോ കാഷ്വൽ ആയിട്ട്, അതിനെന്താ, നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, ഒറോച്ചിമാറുവിന്റെ പഞ്ചാരക്കൂട്ടനല്ലേ നീ ഒറ്റൊരാൾ വിചാരിച്ചാ മതി, ഇതെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് എന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞ് അവൻ വീണ്ടും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. അങ്ങനെ പോകെ കണ്ണാടിയിൽ കൈവിരൽ വെച്ച് അവനൊരു കാര്യം ആലോചിക്കും. നറൂട്ടോ, സാസുകെ, നിങ്ങളുടെ കൂടെ എനിക്ക് ചില കളികൾ കൂടെ ബാക്കിയുണ്ട്, പക്ഷെ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും. നമ്മുടെ ടബൂട്ടോ പയ്യൻ ഒരു സ്പൈ ആയതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും പുറത്തു പോകാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഒറോച്ചിമാറുവിന് കൊടുക്കുക എന്നതാണ് ഈ ഒരു സോഡാ കുപ്പി പയ്യന്റെ പ്രധാന പണി. അവന്റെ തനിനിറം മനസ്സിലാക്കാത്ത നിഷ്കുവായിട്ടുള്ള കുട്ടപ്പന് മാത്രം ഒരുപാട് സങ്കടാവും. ഇനി വേറെ ആർക്കെങ്കിലും പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോന്ന് ആള് ചോദിക്കുമ്പോ സാക്കുറ ആവട്ടെ നൈസായിട്ട് കൈ ഉയർത്താൻ നോക്കും. ഇത് കണ്ട സാസുക ആവട്ടെ അവളുടെ കൈ തട്ടി മാറ്റി, ദയവ് ചെയ്ത് നീ ഒന്ന് അനങ്ങാതിരിക്കേ, ഈ കാര്യങ്ങള് ടീച്ചേഴ്സോ മാസ്റ്റേഴ്സോ ആരെങ്കിലും അറിഞ്ഞാല് അപ്പൊ തന്നെ എന്നെ പുറത്താക്കും, എന്റെ ബോഡിയിൽ ഈ ഒരു മാർക്കുള്ള കാര്യം നീ ദയവ് ചെയ്ത് ഫ്ലാഷ് ആക്കരുതെന്ന് സാസുക അവളുടെ അടുത്ത് പറയും. ഇത് കേട്ട് സാക്കുറ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ മോശമാണ്, ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്ന കേൾക്ക്, ഈ ഫൈറ്റ് നീ ചെയ്യരുത്, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ ആവില്ല എന്ന് അവള് പറയുമ്പോ സാസുകയ്ക്ക് കലി ഉച്ചയിൽ കയറിയിട്ട്, നിനക്കതിനെന്താ, ഇത് എന്റെ ലൈഫാണ്, ദയവ് ചെയ്ത് അതിൽ കയറി ഇടപെടാൻ നിനക്ക് യാതൊരു റൈറ്റും ഇല്ലാന്ന് അവളുടെ മുഖത്ത് നോക്കി സാസുക പറയും. ഈ പറഞ്ഞത് പാവം നമ്മുടെ പെങ്കൊച്ചിന് സഹിക്കാനാവില്ല, കാരണം അവൾ അത്രമേൽ സാസുകയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സാസുകയ്ക്ക് ഈ ഫൈറ്റ് ചെയ്തേ തീരുള്ളൂ. അത് അവന് എക്സാം ജയിക്കാനോ ഒരു നിഞ്ച ആവാനോ അല്ല, താൻ സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് അവന് തന്നെ തിരിച്ചറിയാനാണ്. ഗാറ, നെഞ്ചി ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ അത് അവന് തിരിച്ചറിയാൻ സാധിക്കൂ. ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് അതൊരിക്കലും ഞാൻ മിസ്സാക്കില്ല, അതിന് കുറുകെ വരാൻ നിന്നെയെന്നല്ല ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് സാസുക പറയും. ഇത് കേട്ട നമ്മുടെ കുട്ടപ്പനും അത് തീരെ പിടിക്കില്ല. നിനക്കെന്താ പ്രശ്നം, അവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇപ്രകാരം പറയുന്നതെന്ന് നറൂട്ടോ കുട്ടപ്പൻ ചോദിക്കും. ഇത് കേട്ട് സാസുക ഒരേ ഒരു വാക്ക് പറയും, നറൂട്ടോ, ഞാൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒക്കാഗോ ആവട്ടെ, സാസുക, തീർച്ചയായിട്ടും അവൻ ഫൈറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് മൂപ്പരും പറയും. ഇത് കേട്ട് ഒരു നിമിഷം നമ്മുടെ ഹങ്കോ ഒന്ന് ഷോക്കായി പോകും. കാരണം സാസുകയുടെ കഴുത്തിലുള്ള ആ ഒരു മാർക്കിൽ നിന്ന് അമിതമായിട്ട് പവർ പുറത്തേക്ക് വന്നാല് അവൻ എല്ലാവരെയും ഇല്ലാതാക്കും, അത് വളരെ വലിയ വിപത്തിന് കാരണമാണെന്ന് അവൻ പറയുമ്പോ ഒക്കാഗോ ആവട്ടെ, അങ്ങനെ പുറത്തു വരുമ്പോ നമുക്കത് സിമ്പിൾ ആയിട്ട് തടഞ്ഞാ പോരെന്ന് അവന്റെ അടുത്ത് തിരികെ ചോദിക്കും. ഇങ്ങനെ ഒരു കിളവൻ ഒക്കാകെ ആയല്ലോ എന്നും പറഞ്ഞ് അവൻ തലയ്ക്ക് കൈവച്ചിരിക്കും. ഉടനെ തന്നെ അവൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഇവിടെ ടോട്ടലായിട്ട് 20 പേരുണ്ട്, അവരെല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോ അതിലൊരാൾ വെച്ച് തോക്കും. അങ്ങനെ വരുമ്പോ ബാലൻസ് 10 പേരുണ്ടാവും. ഈ 10 പേരായിരിക്കും തേർഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ചേട്ടൻ പറയും. ഈ ഫൈറ്റില് ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്ത് എതിരെ നിൽക്കുന്ന ആളെ അടിച്ച് പരിക്കേൽപ്പിക്കാം, വേണമെങ്കിൽ കൊന്നുകളയാം. ഇനി ആർക്കെങ്കിലും വേദനയോ മരണോ പേടിയുണ്ടെങ്കിൽ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മത്സരം സ്റ്റോപ്പ് ചെയ്യും, അവര് തോറ്റതായിട്ടും പ്രഖ്യാപിക്കും. അതുകൊണ്ട് ചാവുന്നതിന് മുമ്പ് ആരും മരിക്കാതെ കൈ ഉയർത്തണമെന്ന് നമ്മുടെ ആള് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ മാച്ച് എന്ന് പറയുമ്പോ അവിടെ ഒരു ബോർഡില് റാൻഡം ആയിട്ട് പേരുകൾ വരും, അവരായിരിക്കും മാറി മാറി ഫൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആരാണ് ആദ്യം ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഇമവെട്ടാതെ നോക്കിയിരിക്കുമ്പോ അത് മറ്റാരുമല്ല അക്കാഡോവും നമ്മുടെ സാസുകയുമാണ്. ഈ അക്കാഡോ ആരും ചോദിക്കുകയാണെങ്കിൽ ടബൂട്ടോയുടെ ഫ്രണ്ട്, അവൻ പോവാൻ നേരത്ത് അവനെ ഉപദേശിച്ച ആ ഒരു കണ്ണുപൊട്ടൻ നിഞ്ച. വാവ്, അടികൂടാൻ എനിക്ക് മുട്ടി നിൽക്കുകയാണെന്ന് സാസുക തുള്ളി പറയുമ്പോ ബാക്കിയുള്ളവരെല്ലാവരും സാസുകയെ തന്നെ തുറിച്ചു നോക്കും. രണ്ടുപേരെ അടുത്ത് വിളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല, പരസ്പരം തല്ലിച്ചാവാൻ ഞങ്ങൾ റെഡിയാണെന്ന് അവര് തന്നെ പറയും. ഇനി സാക്കുറയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല, നോക്കി നിൽക്കാനല്ലാതെ. എല്ലാവരും ആകാംക്ഷയോടുകൂടെ ഇമവെട്ടാതെ ഫൈറ്റ് നോക്കി നിൽക്കാണ്. ഫസ്റ്റ് ഫൈറ്റ് ആണ്, പോരാത്തതിന് കളിക്കളത്തില് നമ്മുടെ ചെക്കൻ സാസുകയും. സാസുക ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അവന്റെ പെയിൻ അത് കൂടി വരാണ്. മാസ്റ്റേഴ്സ് ആവട്ടെ
ഫൈറ്റ് ചെയ്യുന്ന രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും മുകളിലേക്ക് കയറി നിൽക്കാൻ ആവശ്യപ്പെടും. ഇതിന്റെ ഇടയില് കാക്കാഷിയെ കണ്ട നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ തുള്ളി ചാടാനും തുടങ്ങും. കാക്കാഷി സ്ലോ മോഷനില് സാസുകയുടെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ പോലും നീ ശരിങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പൊ കാക്കാഷിക്കും സംഗതി പിടികിട്ടിയെന്ന് മനസ്സിലാക്കിയ സാസുക ചിരിക്കുമ്പോ, നിന്റെ ചിരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ശരിങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറയും. എന്ത്, മാച്ച് സ്റ്റോപ്പ് ചെയ്യാനോ എന്ന് പറഞ്ഞ് ദേഷ്യത്തില് അവന് നോക്കുമെങ്കിലും സാസുകയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ചക്രാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അവന് പെയിൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കെയർലെസ് ആയിട്ട് എങ്ങാനും ആ ശരിങ്ങനെ യൂസ് ചെയ്താല് എല്ലാവരുടെയും കഥ കഴിയും. അതും പോയിട്ട് നോർമൽ ജിപ്സ് യൂസ് ചെയ്താലും അവന് പെയിൻ കൂടിക്കൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒറോച്ചിമാറു ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും പിടിച്ചു വെച്ച് കണ്ണടയ്ക്കാതെ എല്ലാവരും ഇപ്പൊ അവരുടെ ഫൈറ്റ് കാണാൻ റെഡി ആയിട്ട് നിൽക്കും. ഒട്ടക്കണ്ണനും ആളത്ര നിസ്സാരക്കാരനല്ല. ചില നുണുക്ക് വിദ്യ അവന്റെ കയ്യിലുണ്ട്. സാസുക കത്തിയെടുത്ത് റെഡി ആവുമ്പോഴേക്കും അവനാവട്ടെ ഒരുപാട് ബ്ലേഡുകൾ വലിച്ചെറിയും. കത്തി ഉപയോഗിച്ച് അതെല്ലാം തട്ടി മാറ്റുമ്പോ അവന് ഷോൾഡറിന് വല്ലാത്ത പെയിൻ എടുത്ത് അങ്ങനെ തന്നെ താഴെ വീഴും. ഗ്യാപ്പ് മുതലെടുത്ത് ഒറ്റക്കണ്ണൻ തൊഴിക്കാൻ വരുമ്പോ കറങ്ങിത്തിരിഞ്ഞ് മടങ്ങി അവൻ എഴുന്നേക്കും. സാസുക കറങ്ങിത്തിരിഞ്ഞ് അവന്റെ കാല് തന്നെ ലോക്ക് ചെയ്ത് മടക്കി അങ്ങോട്ട് പിടിക്കും. കർവാസി സാച്ചാൻ ജയിച്ചേന്നും പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പൻ തുള്ളി ചാടുമ്പോ ആ ഒരു പൊട്ടക്കണ്ണൻ എന്തോ ഒരു പവർ സാസുകയുടെ മേൽ ഉപയോഗിക്കും. സാസുകയുടെ പവർ അത് പതിയെ പതിയെ കുറഞ്ഞു വരും. ഇതെങ്ങനെ സംഭവിക്കുന്നറിയാതെ അവൻ തന്നെ അതിശയിച്ചും പോവും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് സാസുക അവന്റെ നെഞ്ചത്തടിച്ച് പുറത്തു ചാടും. പൊട്ടക്കണ്ണൻ റെഡി ആയിട്ട് ചാടി വന്ന് അവന്റെ നെറ്റിയില് ഒരൊറ്റ അടി. ഇത് കണ്ട് എല്ലാവരും സാസുക എന്ന് വിളിച്ചലറുമ്പോഴായിരിക്കും സാസുകയ്ക്കും അത് പിടികിട്ടുക. സാസുകയ്ക്കും കാര്യം പിടികിട്ടുക. അവൻ പതിയെ അവന്റെ ചക്ര പവർ തന്നെ അബ്സോർബ് ചെയ്യാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് സാസുക അവനെ പകച്ചു നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡോട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.